ഈ ജ്യൂസ് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചും ഉപയോഗിക്കാം. ഇത് ശരീരത്തിന് വളരെ നല്ലതാണ്. ഈ ചൂടുകാലത്ത് ശരീരത്തിന് തണുപ്പ് കിട്ടാനായിട്ട് ഈ ജ്യൂസ് കുടിക്കുന്നത് ഉത്തമമാണ്. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും LS നേച്ചർ വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഈ ചൂടിനും നോമ്പുതുറയ്ക്കും പറ്റിയ ഒരു അടിപൊളി കക്കരി ഷേക്ക് തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഈ പൊട്ടുവെള്ളരി അല്ലെങ്കിൽ കക്കരി ഇത് വെച്ചിട്ട് നമുക്ക് സ്വാദിഷ്ടമായ ഒരു ജ്യൂസ് തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഞങ്ങളുടെ നാട്ടിലെ കൊയ്ത്ത് കഴിഞ്ഞ പാടങ്ങളിലൊക്കെ ഈ പൊട്ടുവെള്ളരി കൃഷി ചെയ്തു വരുന്നുണ്ട്. ഇനി പൊട്ടുവെള്ളരിയുടെ തൊലിയും കുരുവൊക്കെ മാറ്റി നമുക്ക് എടുക്കാം. ഈ തൊലിയും കുരും കളഞ്ഞ കക്കരി കഷ്ണങ്ങളിൽ നന്നായി ഒന്ന് ഉടച്ചു കൊടുക്കുക. ഇനി ഇതിലേക്ക് 1 കപ്പ് തേങ്ങയിൽ നിന്നെടുത്ത തേങ്ങാപ്പാൽ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് മിക്സ് ചെയ്തതിന് ശേഷം ഇതിന് മധുരത്തിന് ആവശ്യമായ ശർക്കരപ്പാനി ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിൽ ശർക്കരപ്പാനിക്ക് പകരം നമുക്ക് പഞ്ചസാരയും യൂസ് ചെയ്യാം. ഈ ജ്യൂസ് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചും ഉപയോഗിക്കാം. ഇത് ശരീരത്തിന് വളരെ നല്ലതാണ്. ഈ ചൂടുകാലത്ത് ശരീരത്തിന് തണുപ്പ് കിട്ടാനായിട്ട് ഈ ജ്യൂസ് കുടിക്കുന്നത് ഉത്തമമാണ്. സ്വാദിഷ്ടമായ കക്കരി ജ്യൂസ് തയ്യാറായി. ഇപ്പോഴുള്ള ഈ ചൂടിനും നോമ്പ് തുറയ്ക്കുമൊക്കെ ഉണ്ടാക്കി കഴിക്കാവുന്ന ഒരു അടിപൊളി ജ്യൂസാണിത്. ഇതുപോലെ എല്ലാവരും ഉണ്ടാക്കി നോക്കി നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.